നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. നല്ല വേദനയാണ്. ഒരു പള്ളിയിൽ പോവുകയോ ഒരു ഫംഗ്ഷന് പോവുകയോ ഒന്നും ചെയ്യില്ല. ഇന്നിപ്പൊ ഈ പരസ്യം ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നി എനിക്ക് ഇവിടെ വന്നൊന്ന് കാണണമെന്ന്. അങ്ങനെ എനിക്ക് നല്ല തൃപ്തിയായി. മറ്റുള്ളവർക്കിടെ കണ്ടപ്പോ തന്നെ തൃപ്തിയായി. പിന്നെ ഡോക്ടറിന്റെ കൈ ഒന്ന് തൊടണം എന്റെ എക്സസൈസിലൂടെ. അങ്ങനെ എനിക്ക് നല്ല സമാധാനവും ആശ്വാസവും ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല മാറ്റം തോന്നുന്നുണ്ട് എനിക്ക്. നല്ല മാറ്റം. കാലിന്റെ മുട്ടുകാലിന് വരുമ്പോ ഞാൻ കുണുങ്ങിയാ നടക്കണത്. ഇപ്പൊ കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഒരു പിടുത്തോർന്ന മുട്ടുകാലിന് ഒരു ആയാസം ഉണ്ടാവൂല. എന്തോ ഭാരം കാലിന് ഇങ്ങനെ എന്തോ ഒരു ഭാരം വെള്ളമുണ്ട്. ഇങ്ങനെ എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. കൈ കുത്തിയൊക്കെ എണീക്കുള്ളൂ. ഡോക്ടറിന്റെ ആ കൈ തൊടലോടുകൂടി എനിക്ക് നല്ല വിശ്വാസമായി. എനിക്ക് ആശ്വാസമുണ്ട്. ഒരു ഭയങ്കര മടിയോടുകൂടിയാണ് എണീക്കുന്നത്. എണീക്കണ്ടേ എന്നോർത്ത്. ഇത് 5-6 മാസമായി തോന്നുന്നു. വാട്സപ്പ് ഫേസ്ബുക്കിലൂടെ ഒത്തിരി ഞാൻ കണ്ട് സേവ് ചെയ്ത് മറ്റുള്ളവർക്കൊക്കെ അയച്ചയച്ചു കൊടുക്കും. അപ്പൊ മോള് പറഞ്ഞു, മമ്മി പോ, ഇന്ന് എന്റെ ഫ്രണ്ടിനെയും കുട്ടിയാ വന്നതാണ്. അവർക്ക് സംശയം ഓർന്നു. എന്നാലും എനിക്ക് ഒരു വിശ്വാസം. എന്റെ ഈ അസ്വസ്ഥത മറ്റുള്ളവർ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലെ മറ്റുള്ളവർ എന്നോട് ചോദിച്ച് കൂടെ ആളിനെ സംശയം ഓർന്ന് ഇവിടെ എത്രയും വേഗം വന്ന് ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ടുപോവാ. എക്സസൈസിലൂടെ ചെയ്യണം. മടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകരുത്. മുട്ടുകാല് വേദനയുള്ള ആൾക്കാർ ഇവിടെ വന്ന് കാണണമെന്നാണ് ഞാൻ പറയണത്. എനിക്ക് പലരുടെയും ഇത് കണ്ടപ്പോ എനിക്ക് വിശ്വാസമായി. അപ്പൊ നമുക്ക് വിശ്വാസമല്ലേ വലുത്.